പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷം അവസാനിക്കുന്നത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന് പറഞ്ഞിട്ട് തൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന്, താൻ എന്തുകൊണ്ടാണ് ഇത്ര തൃപ്തനായിരിക്കുന്നതെന്ന് സ്നാപക യോഹന്നാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഓർമ്മപ്പെടുത്തലാണിത്. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ജീവിതത്തിലെ സന്തോഷം വേണോ, ക്രിസ്തുവിനെ ഇങ്ങനെ നമ്മുടെ മുകളിലായിട്ടൊന്ന് പ്രതിഷ്ഠിക്കുക. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ വീട് പണിയുമ്പോൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു, അത് അടുത്തുള്ള ദേവാലയങ്ങൾക്ക് മുകളിലായിട്ട് വീടിൻ്റെ പൊക്കം വരരുതെന്ന്. ദൈവത്തിന് മുകളിലായിട്ടൊന്നും പണിതുയർത്തരുത്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ, സമാധാനം ഉണ്ടാവണമെങ്കിൽ, തകർച്ച ഉണ്ടാവാതിരിക്കണമെങ്കിൽ ദൈവത്തിന് മുകളിലായിട്ട് ഒന്നും വരരുതെന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയും, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവണോ, കർത്താവ് വളരട്ടെ, നമ്മൾ കുറയട്ടെ. ഒന്നാമത്തെ വായനയുടെ തുടക്കം എങ്ങനെയാണ്? ദൈവപുത്രൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. പ്രാർത്ഥന കേൾക്കപ്പെടണമെങ്കിൽ പോലും ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ദൈവപുത്രൻ്റെ ഇഷ്ടത്തിനനുസൃതമായി നാം എന്തെങ്കിലും ചോദിച്ചാൽ, എൻ്റെ ഇഷ്ടമല്ല കർത്താവെ, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന സമർപ്പിച്ചാൽ അത് നടന്നിരിക്കും. അത് നടക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എൻ്റെ ജീവിതം പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് പിന്നെ ഒന്നിനെക്കുറിച്ച് ആകുലതയില്ല. സ്നാപക യോഹന്നാൻ ഇന്ന് കാണിച്ചു തരുന്ന കാര്യം അതാണ്. ആളോട് ശിഷ്യന്മാർ വന്ന് പറയുന്നുണ്ട്, ഗുരു, ജോർദാനിൽ അക്കരെ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു, എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോകുന്നു. വലിയ പ്രശ്നമാണത്. ശിഷ്യന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. 2 ഗുരുക്കന്മാർ, ഈ ഗുരുക്കന്മാർ രണ്ടുപേരും പതിയെ പതിയെ പ്രസിദ്ധി ആർജിച്ചു തുടങ്ങിയവർ ആ സമയത്ത് തങ്ങളുടെ ഗുരു ഇങ്ങനെ പതിയെ പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മറ്റൊരു ഗുരു അവിടെ വരുന്നു. ആ ഗുരുവിൻ്റെ അടുത്തേക്ക് ഇവിടെ നിന്ന് എല്ലാവരും പോകുന്നു. ആളുകൾ കൊഴിഞ്ഞു തുടങ്ങുന്നത് ശിഷ്യന്മാരുടെ വല്ലാത്തൊരു കൺസേൺ ആണ്. അവർ വന്ന് സ്നാപക യോഹന്നാനോട് പറയുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ട് പോവാണ്, ഇത് പ്രശ്നമാണ്, ഇത് പിടിച്ചു നിർത്തണം, നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ആ സമയത്ത് ആളുടെ റെസ്പോൺസാണ് നമ്മൾ കാണുന്നത്, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഹാപ്പിയാണ്. പിന്നെ കർത്താവ് എന്നേക്കാൾ വളരട്ടെ, കർത്താവിൻ്റെ പദ്ധതികൾ എൻ്റെ പദ്ധതികൾക്ക് മുകളിൽ വരട്ടെ, അവൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾക്ക് മീതിയായിട്ട് നിറവേറട്ടെ. ജീവിതത്തിന് സന്തോഷം ഉണ്ടാവുന്നത്, ഹാപ്പി ആയിട്ട് നടക്കാൻ പറ്റും. നമുക്കൊന്നിനെക്കുറിച്ചും പരാതി പറയാനുണ്ടാവില്ല. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നടക്കുന്നതെന്നുള്ള ചിന്തയും ബോധ്യവും ഉറപ്പും വന്നാൽ പിന്നെ നമ്മൾ സമാധാനത്തോട് പോകും, ശാന്തമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ഈ രോഗം വന്നത് കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിലോ ഓക്കെ, then I am okay. ഞാൻ പിന്നെ ശാന്തമാണ്. കാരണം കർത്താവിൻ്റെ എന്നെക്കുറിച്ചുള്ള പദ്ധതി അതാണെങ്കിൽ ചില കയ്പനുഭവങ്ങളിലൂടെ, ചില രോഗാനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഐ ആം റെഡി. ആ മനസ്സുറപ്പിച്ച ഒരാൾക്ക് പിന്നീട് തളർച്ചയുണ്ടാവില്ല. ഈ ഇത്രയും വലിയ പാനപാത്രം, ഈ സഹനത്തിൻ്റെ പാനപാത്രം കർത്താവ് മട്ടുവരെ കുടിച്ചു തീർക്കുന്നതിൻ്റെ കാരണം ആ ഒരു വചനമാണ്. പിതാവെ, പറ്റുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റ്, ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് കർത്താവ് പറയും. ഇതെന്നെ കൊണ്ട് പറ്റണതല്ല, പക്ഷെ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവെ, അങ്ങയുടെ ഇഷ്ടം, അങ്ങത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഐ എം റെഡി. പിന്നെ കർത്താവിനെ അത് കുടിച്ചു തീർക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല, അതിന് തടസ്സം പറയാനൊന്നുമില്ല, അതിനെക്കുറിച്ച് ആവലാതിയോ ഉത്കണ്ഠയോ ഒന്നുമില്ല, പരാതിയില്ല. കൂളായിട്ട് ഇങ്ങനെ കർത്താവ് തൻ്റെ ജീവിതം കൊടുത്ത് ആ ഒരു പാനപാത്രം, ദുഃഖത്തിൻ്റെ സഹനത്തിൻ്റെ ആ പാനപാത്രം കയ്പ് നീര് കുടിച്ചിറക്കുന്നത് നമ്മൾ കാണും. പരാതിയില്ലാതെ ജീവിക്കണമെങ്കിൽ, സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഹാപ്പിയായി ഇങ്ങനെ സമാധാനത്തോടുകൂടെ സ്വസ്ഥമായി ഇങ്ങനെ നിശ്ചലം ജീവിതം ഇങ്ങനെ ഒരു സെറനിറ്റിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഈശോ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്നേക്കാൾ ഉയരത്തിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിന് ഉടയവനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അധിനാഥനായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതോടുകൂടെ ജീവിതം മാറണത് കാണാൻ പറ്റും. ഞാൻ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ നിയോഗങ്ങൾ, എൻ്റെ പ്ലാനുകൾ, പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്കാണ് ഈ ഭാരം മുഴുവൻ എന്നൊന്നറിയേ. അവൻ വളരുകയും
ഞാൻ കുറയുകയില്ല. കർത്താവേ, അത് ഇങ്ങനെ വലിയ സ്വർഗീയ സന്തോഷത്തിലേക്കുള്ള വളർച്ചയാണെന്ന് ഇനിയെങ്കിലും ഞങ്ങൾക്കൊരു തെളിച്ചം കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അമ്മയേക്കാൾ വളർന്ന കർത്താവിന്റെ ആശീർവാദത്തിനായി നമുക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൂട്ടത്തിൽ ഒരാളുടെ മാറ്റം കണ്ട് അത്ഭുതപ്പെടായിരുന്നു. ഇത്രയും കാലം ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും പ്രതി ആകുലപ്പെട്ടുകൊണ്ടിരുന്ന ഒരാള് ഇന്ന് വളരെ ശാന്തനാണ്, വളരെ സ്വസ്ഥനായിട്ട് നമ്മുടെ കൂടെയൊക്കെ കൂടുന്നുണ്ട്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ദൈവമാണ് കൺട്രോളിൽ. ഇപ്പോൾ ദൈവമാണ് കൺട്രോളിലെന്ന് പറയണേ. കർത്താവ് കൺട്രോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അയാളുടെ ജീവിതത്തെ. ഇത്രയും നാള് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ, സ്വന്തമായിട്ട് ജീവിതം ഇങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കുമ്പോൾ ഉത്കണ്ഠകളും ആകുലതകളും മാത്രമായിരുന്ന ഇങ്ങനെ വല്ലാത്ത പ്രതിസന്ധികൾ മാത്രം ഫേസ് ചെയ്തിരുന്ന ഒരാള് ഇപ്പോൾ മുഖം നിറഞ്ഞ സന്തോഷത്തോടുകൂടെ, ഉള്ളു നിറഞ്ഞ ശാന്തതയോടുകൂടി ജീവിക്കുന്നുണ്ട്. ഈ ഒരു ശാന്തമായ ഉറക്കത്തിലേക്ക് പോകാൻ കർത്താവ് വളരട്ടെ, ഞാൻ കുറഞ്ഞു പോക്കോട്ടെ, ഈശോ എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടെ നമുക്ക് നിദ്രയിലേക്ക്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.